ഇന്ന് നമ്മൾ വൻപയർ വെച്ചിട്ട് നല്ലൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് 1 കപ്പ് വൻപയർ 6 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ വെള്ളപ്പയർ മാത്രമല്ല 2 തരത്തിലുള്ള പയർ കിട്ടുന്നുണ്ടല്ലോ. ഏത് പയർ വെച്ചിട്ടും ഈ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ കാണിക്കുന്ന കാര്യങ്ങൾ ഇത്രയും ഇടിച്ചെടുക്കാനുള്ളതാണ്. അതായത് ഒരു 20 ചെറിയുള്ളി വേണം, 5 വെളുത്തുള്ളി, 6 വറ്റൽമുളക്, ഇത് ഇത്രയും കൂടി ഇടിച്ചെടുക്കണം. അപ്പോൾ ഒരു ഇടികളിലിട്ടിട്ട് ഒന്ന് ഇടിച്ചാൽ മതി, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതായത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിന് വേണ്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിനായിട്ട് 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകവും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാണ് കറിയുടെ ഒരു അരപ്പ്. അപ്പോൾ നമുക്കാദ്യം കുക്കറിൽ ഈ വൻപയർ ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 3 മുതൽ 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടിത് വെന്തിട്ടുണ്ട്, പക്ഷേ ഒരുപാട് വെന്തുടയാൻ പാടില്ല. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, അല്ലെങ്കിൽ ഏത് ഓയിലായാലും കുഴപ്പമില്ല. എണ്ണ ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ഇടിച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, ഇത് ഇത്രയും കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കൂടി തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. പച്ചക്കാണ് നമ്മളിതൊക്കെ ഇടിച്ചത്. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇതിന് ചെറിയുള്ളി തന്നെ ഉപയോഗിക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നന്നായിട്ട് ഇത് മൂത്ത് വന്നതിന് ശേഷം പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത. നമ്മൾ ഇടിച്ച വറ്റൽമുളക് മാത്രമാണ് അരയ്ക്കുള്ള എരിവ് കൂട്ടുന്നത്. മാത്രമല്ല നമ്മൾ അരയ്ക്കുമ്പോൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇതിത്രയാണ് ഇതിൻ്റെ ഒരു എരിവ് കൂട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടി ഇതിലേക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്തതാണ്, പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വേവിച്ച വെള്ളം കളയരുത് കേട്ടോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കൂടെ തന്നെ കറിക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് പോരാൻ തോന്നിയാൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം എരിവ് വേണം തോന്നിയാൽ മാത്രം കുറച്ച് മുളക് പൊടി ചേർക്കാം. ചേർക്കാതെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇനി കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നല്ലപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കണ്ട, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ തന്നെ നമുക്ക് ഇറക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കടുകൊക്കെ വറുത്ത കാരണം വേറെ കടുകൊന്നും നമ്മൾ വീണ്ടും വറുക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി കറിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിക്കും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.